ശ്രീ രാംനാഥ് കോവിന്ദിൻ്റെ തീരുമാനം വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ഒരു ഊഹം ഉണ്ടായിരുന്നു. ആ ഊഹം തെറ്റിയില്ല, കറക്റ്റായിട്ട് അദ്ദേഹം അത് തന്നെ കൊടുത്തു. കാര്യം ഇലക്ഷൻ ഒന്നാക്കണം, അതാണ് ഏറ്റവും നല്ലത്. അത് അദ്ദേഹം പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം പല പ്രാവശ്യം ഇലക്ഷൻ നടത്തുന്നതിനേക്കാളും നല്ലത് ഒരു തവണ നടത്തുന്നതും നല്ലതായിരിക്കും. പക്ഷേ അത് പ്രായോഗികമാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കണം. അതൊരിക്കലും പ്രായോഗികമാകുന്നില്ല ഈ ഫെഡറൽ സിസ്റ്റത്തിൽ. ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ഒരിക്കലും പ്രായോഗികമാകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഈ നിയമസഭകൾ പലപ്പോഴും അത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ മറിച്ചിടാറുണ്ട് പലപ്പോഴും. അങ്ങനെ വരുന്ന ഉടനെ അവർ രാജിവെച്ച് പോകേണ്ട ഗതികേട് വരും. പല സംസ്ഥാനങ്ങളിലെയും നിയമസഭ രാജിവെക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എന്താണ്, പുതിയ ഇലക്ഷൻ നടത്തണം അനിയന്ത്രിതമായിട്ട്. അത് ഇനി ലോക്സഭാ ഇലക്ഷൻ ഇപ്പോൾ 2024 കഴിഞ്ഞാൽ പിന്നെ 2029 അടുത്തത് 2029 വരുള്ളൂ. ആ 2029 വരുന്നതുകൊണ്ട് അതുവരെ ഇലക്ഷൻ വേണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? അവിടെ ഒരു ഭരണം നടക്കണ്ടേ, ജനങ്ങളുടെ ആഗ്രഹം ആവശ്യം നടക്കണ്ടേ? അത് പ്രസിഡന്റ് ഭരണം കൊണ്ട് ജനങ്ങളുടെ ആ ഇച്ഛ നടപ്പാവുമോ? ഒരിക്കലും ഇല്ല. അതിന് ജനപ്രതിനിധികൾ തന്നെ വേണം. അത് എന്തൊക്കെ പറഞ്ഞാലും അവർ ഒരുപാട് കുഴപ്പങ്ങളൊക്കെ കാണിക്കുന്ന കൂട്ടത്തിൽ ചില നല്ല കാര്യങ്ങളെങ്കിലും അബദ്ധത്തിലെങ്കിലും ചെയ്തു പോകാറുണ്ട്. അപ്പോൾ ഇത് എന്തായാലും ആ രീതിയിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടിപ്പോൾ ഇവിടെ തന്നെ 2026 ഇലക്ഷൻ വരും. 2026 ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇലക്ഷൻ നടത്തണ്ട 2026 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അല്ലെ 2026 ഇലക്ഷൻ വരേണ്ടത്, ആ ഇലക്ഷൻ നടത്തിയാൽ ഒന്നിൽ ഇലക്ഷൻ നടത്തണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ സർക്കാരിന് അങ്ങ് വീണ്ടും ഒരു 3 വർഷം കൂടെ നന്നായിരിക്കും കേട്ടോ. കൊടുക്കണം, കഴിയുന്നത് കൊടുക്കണം. കാരണം ഇനി ഒരിക്കലും ഇത് അധികാരത്തിൽ കയറാനുള്ളവരല്ല ഇവർ. അത് കാരണം 3 വർഷം കിട്ടിയാൽ വളരെ നല്ലത്. അങ്ങനെയാണെങ്കിൽ പ്രശ്നം വരത്തില്ല. അതെ, അല്ലെങ്കിൽ എന്താ 2026 ഇലക്ഷൻ നടത്തണം. അത് 3 വർഷത്തേക്കുള്ള ഇലക്ഷൻ ആയിട്ട് നടത്തണം. അപ്പോൾ ആ ഒരു ചിലവും അതിന് അടുത്ത വീണ്ടും ഈ ഇലക്ഷൻ അങ്ങോട്ട് നടത്തുമ്പോൾ അതിന് ചിലവ് വരത്തില്ലേ? വരുമല്ലോ. അപ്പം ലോക്സഭ ഇലക്ഷൻ നടത്തുന്നതിൻ്റെ കൂടെ നടത്താം എന്ന് പറഞ്ഞാൽ ഇത് ഒന്നിച്ചെല്ലത്തിനും കൂടെ കൈയിട്ട് വരാം എന്നുള്ളതാണ്. അല്ലാതെ ഈ ഇലക്ഷൻ മാമാങ്കം എന്ന് പറയുന്നത് കുറേ പേർക്ക് പണം ഉണ്ടാക്കുന്നെന്നു ഉള്ളതല്ലാതെ നമ്മുടെ ജനാധിപത്യ പ്രക്രിയ ശരിയായ രീതിയിൽ നടക്കുന്ന ഒരു സംവിധാനമല്ല നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ളത് ഒരിക്കലും. അപ്പോൾ അത് കാരണം ഇത് ഒന്നിച്ച് നടത്തിയ യഥാർത്ഥത്തിൽ ലാഭമുണ്ട്, പക്ഷേ അത് പ്രായോഗികമല്ല. അല്ലെങ്കിൽ നമ്മുടെ RP ആക്റ്റും മാറ്റണം. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിൽ ധാരാളം അമെൻമെൻറ്റ് കൊണ്ടുവരണം. അത് കൊണ്ടുവരാൻ ഇവർക്ക് പറ്റും കേട്ടോ. കാരണം ഭരണഘടന തിരുത്തി കുറിക്കും എന്ന് പറഞ്ഞ കക്ഷി ഇവിടെ ഉള്ള സ്ഥലമാണ് കേട്ടോ. ഭരണഘടന വേണമെങ്കിൽ അപ്പാടെ ഭരണഘടന വേണ്ട എന്ന് പോലും തീരുമാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അധികാരം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ചെയ്തോളും. എന്തിനാ ഭരണഘടന എന്നുള്ളൊരു ധാരണയുണ്ട് പലർക്കും. അത് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യത എന്ന് പറയുന്ന ഇന്നത്തെ കാലത്തെ ആവശ്യത എന്ന് പറയുന്നത്, ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യത, ദുഃഖം എന്ന് പറയുന്നത് ഭരണഘടനയിൽ വിശ്വാസമില്ലാത്ത ആളുകൾ ഭരിക്കുന്നു എന്നുള്ളതാണ്. അത് സംസ്ഥാനത്തിലായാലും നമ്മുടെ കേന്ദ്രത്തിലായാലും എല്ലാം അത് തന്നെ. ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമില്ലാത്ത ആളുകൾ, ഭരണാധികാരികൾ ഭരിക്കുന്നു എന്ന് ആ രീതിയാണ് കേട്ടോ. ഇത് രാജാവും പ്രജകളുമല്ല എന്നൊന്നും തിരിച്ചറിയണം. രാജാവും പ്രജകളുമല്ല, അതൊരു കാലം ഉണ്ടായിരുന്നു, അത് മാറ്റി. അതൊക്കെ പോയി. അത് സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ടും അത് ഉണ്ടായിരുന്നു കുറച്ച് നാൾ. പക്ഷേ അത് ഇല്ലാതാക്കിയത് ശ്രീ വല്ലഭായ് പട്ടേലാണ്, ആ ഉരുക്കു മനുഷ്യൻ. അദ്ദേഹവും ജവഹർലാൽ നെഹ്റുവും കൂടാണ് അതില്ലാതാക്കിയത്. അങ്ങനെ ഇപ്പം രാജഭരണം ഇല്ല എന്നൊന്ന് തിരിച്ചറിയണം. ഇവിടെയുള്ള ജനങ്ങൾ, വോട്ടേഴ്സ് എന്ന് പറയുന്ന ഇവർക്ക് വേണ്ടി വേർപ്പ് ഒഴുക്കാൻ നടക്കുന്ന ആളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ മഴ നനഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യുന്ന ആളുകൾ, വോട്ട് കുത്തുന്നവർ, അവരുടെ പ്രജകളല്ല, പ്രജകളായിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹം പറയുകയാണ്. അപ്പോൾ അത് ഒന്ന് തിരിച്ചറിയണം. ഇവർ ഭരണാധികാരികൾ തിരിച്ചറിയണം. ഈ നിൽക്കുന്നത്, ഈ കാത്തുനിന്ന് വോട്ട് ചെയ്ത് അവരെ അധികാരത്തിൽ കയറ്റുന്നവർ പ്രജകളല്ല എന്ന് ആദ്യം ഒന്ന് തിരിച്ചറിയണം. ഇവിടുത്തെ വോട്ടേഴ്സാണ്, ഇന്ത്യയുടെ പരമാധികാരികളാണ് അവർ. ഈ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നവരാണ് ഇവിടുത്തെ സോവറൻ, അതായത് പരമാധികാരി. ഇന്ത്യയുടെ പരമാധികാരി എന്ന് പറയുന്നത് ഈ കളക്റ്റീവ് ഇലക്ടറേറ്റ് ആണ് എന്ന് ഇവരൊന്നും തിരിച്ചറിയണം. അവർ പ്രജകളും ഇവർ രാജാക്കന്മാരുമാണ്, അല്ലാതെ നേരെ തിരിച്ചല്ല. അതൊന്നും ആദ്യം മനസ്സിലാക്കട്ടെ, അതൊന്നും മനസ്സിലാക്കണം. അധികാരത്തിലുള്ളവരും അധികാരത്തിൽ കയറാൻ ആഗ്രഹിക്കുന്നവരും ഇത് തിരിച്ചറിയണം. അപ്പോൾ
ഒരു തവണ ആക്കിയതുകൊണ്ട് വലിയ കാര്യമൊന്നും ഇപ്പോഴത്തെ നിലയ്ക്ക് ഉണ്ടാകത്തില്ല. കാരണം ഒരുപാട് ഭരണഘടനാ ലംഘനങ്ങൾ വരും. അത് ഭരണഘടനയെ അങ്ങ് തിരുത്തി കുറിച്ചാൽ മതി, ഒരു പ്രശ്നമില്ല. അതായത് ഒരാൾ ഉടുപ്പ് തയ്പ്പിച്ചങ്ങ് വെക്കും, പിന്നെ ആ വണ്ണം അത് ഉടുപ്പ് പരുവമില്ലയോ എന്നുള്ളതിനനുസരിച്ച് അവൻ ആഹാരം കൂട്ടി കൊടുക്കുകയും കുറച്ച് കൊടുക്കുകയും ചെയ്യണം. ആഹാരം കൂട്ടി കൊടുത്ത് അത് ഈ വണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ, ഉടുപ്പിന് വലിപ്പം കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് വണ്ണം വെപ്പിക്കണം. അതല്ല ഉടുപ്പിന് വണ്ണം കുറവാണ്, അതായത് അളവ് കുറവാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറയ്ക്കണം. ആ രീതിയിൽ ടൈലർ മെയ്ഡായിട്ട് പോകാനുള്ള ഒരുക്കമാണ് ഈ നടക്കുന്നത്. ഇപ്പോൾ പല നിയമസഭകൾ അത് ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങളും നിയമസഭയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് നിയമസഭ പോകുന്നു. എന്തു ചെയ്യും? 4.5 വർഷം രാഷ്ട്രപതി ഭരണം വേണം. ഇവരൊക്കെ ബോധമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നോട്ട് നിരോധനത്തിനേക്കാളും വളരെ വളരെ മോശമായ നിരോധനമാണ്, ഒരു നിയമമാണ് ഈ വരാൻ പോകുന്നത്. ഇത് മാറ്റി കുറിച്ചാൽ. അപ്പോൾ ഇത് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തിനിത് മാറ്റി കുറിക്കണം? സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കവരാൻ ഉള്ള ഒരു അവസരമായിട്ട് ഇത് മാറും. മാത്രമല്ല, ഈ ഓരോ സംസ്ഥാനങ്ങളും പിടിച്ചടക്കാൻ, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പിടിച്ചടക്കാൻ ഉള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് വന്നേക്കുന്നത്. ഇപ്പം നമുക്കത് കാണാം, ധാരാളമായിട്ട് നമുക്ക് കാണാം. ഇവിടെ യഥാർത്ഥത്തിൽ കേരളത്തിലേക്ക് BJPക്ക് ഒരു സ്കോപ്പ് ഉള്ളതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ അത് ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ മാധ്യമങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതും കാണുന്നതും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതും അതാണ്. ശ്രീ O രാജഗോപാൽ മാത്രമാണ് ഇവിടുന്ന് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഒറ്റ തവണ. അതെന്താണെന്നറിയോ? അത് BJPയുടെ മഹത്വം കൊണ്ടൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി കൾട്ടാണ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം. അതിൽ മാത്രമാണ് അദ്ദേഹത്തിനോടുള്ള ആളുകളുടെ ഇഷ്ടം, അതാണ് അത് പ്രതിഫലിച്ചത്. അങ്ങനെ ഇഷ്ടമുള്ള BJP നേതാക്കളൊന്നും കേരളത്തിലുള്ളതായിട്ട് എനിക്കറിയില്ല. ഇവിടെ അക്രമത്തിനും അഴിമതിക്കും ചൂട്ടുപിടിക്കുന്നവരല്ലാതെ വേറെ ആരെയും ഞാൻ കാണുന്നില്ല ഒന്നിലും. അത് കാരണം അവരൊന്നും ഇതേപോലെ ശ്രീ O രാജഗോപാലിൻ്റെ വ്യക്തിത്വം ഉള്ളവരായിട്ട് ഉള്ള ആളുകളെ ഞാൻ ഇവിടെ കാണുന്നില്ല. ഇപ്പോൾ ഉള്ള നേതാക്കളിലൊന്നും ഞാൻ ആരെയും കാണുന്നില്ല. ഇനി ആരെങ്കിലും ഉണ്ടായി വരുമായിരിക്കും ചിലപ്പോൾ, എനിക്കറിയില്ല. ഏതായാലും നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ഇപ്പം അടിക്കടി കേരളത്തിൽ വന്നുകൊണ്ടിരിക്കും. കേരളത്തോട് അദ്ദേഹത്തിന് വളരെ വളരെ വലിയ ഒരു താല്പര്യമുണ്ട്. കേരളത്തിന് പണം കൊടുക്കുന്നതിലൊഴിച്ച് ബാക്കി കാര്യങ്ങളിലെല്ലാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഇവിടുന്ന് MP-മാരെ റെഡിയാക്കി അയച്ചു കഴിഞ്ഞാൽ കേരളത്തിന് ഏതാണ്ടൊക്കെ വലിയ ഗുണഗണങ്ങൾ ചെയ്യും എന്നുള്ളത്. നമ്മുടെ ഈ പ്രധാനമന്ത്രിമാരെന്നൊക്കെ പറയുന്നത് ഇത്രയും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ പദവിയാണത്. അത് അദ്ദേഹം ഒന്ന് കാത്തു സൂക്ഷിക്കണം, അതിൻ്റെ മഹത്വം. കാരണം എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ കാണാൻ ബാധ്യസ്ഥനാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിട്ട് മാറരുത്, അതപ്പതിക്കരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരു രാഷ്ട്രീയം പറയുന്ന ഒരാളായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി മാറുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് മാറരുത്. അവരുടെ ഭരണം വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവരുടെ MP-മാരെ ഇത്ര അയച്ചാലോ കേരളത്തിനെ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ഏറ്റവും വലിയ കറപ്റ്റ് പ്രാക്ടീസ് അല്ലേ ഇലക്ഷനിൽ? നമ്മുടെ റെപ്രസെൻറ്റേഷൻ RP ആക്ട് അനുസരിച്ച് വലിയ ഒഫൻസാണ്. ആ രീതിയിലുള്ള പ്രഖ്യാപനം കാണുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. കാരണം അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അതിൻ്റെ ആ പദവിയുടെ മഹത്വം കാത്തു സൂക്ഷിക്കണം. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിട്ട് മാറരുത്. അദ്ദേഹം BJPയുടെ പ്രധാനമന്ത്രിയല്ല, ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും പ്രധാനമന്ത്രിയാണ്. അല്ലാതെ BJPയുടെ പ്രധാനമന്ത്രിയായിട്ടല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടാണ്, ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാനമന്ത്രിയായിട്ടാണ്. അതൊന്ന് തിരിച്ചറിയാം. പിന്നെ ഈ ഇലക്ഷൻ ഒന്നാക്കിയാൽ ജനങ്ങൾക്ക് ചില നഷ്ടങ്ങളുണ്ട്. കാരണം ഇപ്പോൾ 2 രൂപ പെട്രോളിനും ഡീസലിനും ഇപ്പോൾ കുറച്ച് 2 രൂപയെങ്കിൽ 2 രൂപ കുറച്ചല്ലോ. അത് ഈ ഇലക്ഷൻ ഈ മാമാങ്കം വരുന്നതുകൊണ്ടാണല്ലോ. അപ്പം ഇനി ഈ 2 ഇലക്ഷനും ഇതുപോലെ ഓരോന്നും സംസ്ഥാന സർക്കാരും ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഒരു ഇലക്ഷൻ അങ്ങോട്ട് വരാൻ നേരത്ത് അതുവരെ ഇല്ലാത്തതെല്ലാം ഇനി ഇറങ്ങും. കുറേ കുടത്തിൻ്റെ പടവും അതും ഇതുമെല്ലാം വെച്ചുകൊണ്ട് പണം ഇങ്ങനെ ഉണ്ടാക്കി, ഞങ്ങൾ ഇത്രയും ചെയ്തു, മൂത്രപ്പുര കെട്ടി, കക്കൂസ് പണിഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ താണ്ടെ ഇത്രയും പേർക്ക് റൈസ് കൊടുത്തു, മറ്റേത് കൊടുത്തു എന്ന് പറഞ്ഞ് വരുമല്ലോ. അതൊക്കെ വന്ന് കുറച്ചെങ്കിലും കൊടുക്കണമെങ്കിൽ ഈ ജനങ്ങൾക്ക് അന്നേരം കിട്ടും എന്തെങ്കിലും കേട്ടോ. അതുപോലെ ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ 7 മാസം കുടിശ്ശികയായിരുന്നു, ഒരെണ്ണം കൊടുത്തു, ഇനി 6 മാസം കുടിശ്ശികയുണ്ട്. ഇനി ഇപ്പം 2 എണ്ണം കൂടെ ഒന്നിച്ച് കൊടുക്കാൻ പോവുക. അതും ഈ ഇലക്ഷൻ കാരണമാണ്, ഇല്ലെങ്കിൽ അതും കിട്ടത്തില്ല. ആ പാവങ്ങൾക്ക് ഈ 2 മാസം പെൻഷനും കുടിശ്ശിക കിട്ടാനുള്ളതാണ് നേരത്തെ ഉള്ളത്.
അത് കൊടുക്കുന്നതിൻ്റെ കാരണം ഇലക്ഷൻ കാരണമാണ്. ഇതില്ല, ഇനി 5 വർഷത്തേക്ക് മാറി ഒന്നിച്ചായി പോയി കഴിഞ്ഞാൽ ഈ വീതിച്ച് കിട്ടുന്ന ഈ എന്തെങ്കിലും ഇതുപോലുള്ള ഉണ്ടല്ലോ ഈ പിച്ചക്കാശ്, അതുപോലും കിട്ടാതാകും. എന്തെങ്കിലും പിച്ചച്ചട്ടിയിലേക്ക് ഇടുന്നത് എന്ന് പറയുന്നത് ഈ സമയത്താണ്. അതിനി ജനങ്ങൾക്ക് അതും ഇല്ലാതാവും. ആ നഷ്ടമല്ലാതെ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ജനങ്ങൾക്കില്ല.